ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ നയന ആദർശിനോട് ചോദിച്ചു വീട്ടിൽ പൊയ്ക്കോട്ടെ എന്ന്. അപ്പോഴേക്കും നിനക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ ചെയ്തോളാൻ പറഞ്ഞു ആദർശ്. നീ എന്തിനാ അതൊക്കെ എന്നോട് ചോദിക്കുന്നത്? ഞാൻ നിൻ്റെ ആരാണെന്നൊക്കെയുള്ള രീതിയിൽ അത് കഴിഞ്ഞ് ഫോൺ എടുത്തിട്ട് കമ്പനിയിലുള്ള ഒരു സ്റ്റാഫിനെ വിളിക്കുന്നത് പോലെ വിളിച്ച് അയാളോട് കുറേ ചൂടാവുകയും തട്ടിക്കയറുകയൊക്കെ ചെയ്തു. അപ്പോൾ ഇതൊക്കെ കേട്ട് നമ്മുടെ നയന ഇങ്ങനെ ആകെ വിഷമിച്ച് നിൽക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഒരു കാരണവശാലും ഇദ്ദേഹം തന്നോട് മിണ്ടില്ല എന്നുള്ള ഒരു ഇതിൽ നമ്മുടെ നയനയ്ക്ക് ആകെ സങ്കടമായി. നയന ഇങ്ങനെ ആകെ വിഷമിച്ച് ഇങ്ങനെ നിൽക്കുക. എന്തായാലും ആ ഒരു സംഭവം കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ അവിടെ നടന്നു. ഇത് കഴിഞ്ഞപ്പോഴേക്കും താഴെ അവരെല്ലാവരും കൂടി ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നയന അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. ബാഗൊക്കെ ആയിട്ടാണ് ചെല്ലുന്നത്, വീട്ടിൽ പോകാൻ റെഡിയായിട്ട്. അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നീ എങ്ങോട്ടാ എന്ന് നമ്മുടെ നയനയോട് ചേച്ചി ചോദിച്ചു. ചേച്ചി അത് ചോദിച്ചപ്പോൾ വീട്ടിലേക്കാണ്, ഞാൻ വീട്ടിലേക്കൊന്ന് പൊയ്ക്കോട്ടെ, ഞാനും അതുപോലെ തന്നെ വീട്ടിലുള്ളവരും ചേർന്ന് ഒരു കോൺട്രാക്റ്റിൽ ഒപ്പുവെച്ചിട്ടുണ്ട്, ആ കോൺട്രാക്റ്റ് പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് സമാധാനമായിട്ടിരിക്കാൻ കഴിയുകയുള്ളൂന്നും അല്ലെങ്കിൽ അത് വാക്കുവ്യത്യാസമായി പോകും എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് വളരെ മാന്യമായിട്ട് സ്നേഹത്തോടെ നയന ഇങ്ങനെ ഈ കാര്യം അവതരിപ്പിക്കുക. ഇത് കേട്ടപ്പോഴത്തേക്കും ദേവയാനി അങ്ങ് ചാടി വീണു. നീയേ എത്തിലെയാണെങ്കിൽ പൊയ്ക്കോ, പോയിട്ട് ഇങ്ങോട്ടേക്ക് തിരിച്ചു വരാതിരുന്നാൽ അത്രയും സന്തോഷം. പോകുന്ന വഴി അങ്ങ് പൊയ്ക്കോ, നീ നിന്റെ വീട്ടിലേക്കാണ് പോകുന്നതെന്നല്ലേ പറഞ്ഞത്, അവിടെ തന്നെ സ്ഥിരമായിട്ട് അങ്ങ് താമസിച്ചോ, എന്തിനാ വെറുതെ ഞങ്ങളെ ബുദ്ധിമുട്ടിക്കാനായിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നതെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പം എടി നയനെ, നിനക്കത് ബോധമില്ലെന്ന് ചോദിക്കുക നവ്യ. നീ ഒറ്റയൊരുത്തി കാരണം, അല്ലെങ്കിൽ നീ വീട്ടിൽ പോയതിൻ്റെ പേരിലാണ് ഇക്കണ്ട പ്രശ്നങ്ങൾ മുഴുവൻ ഈ വീട്ടിലുണ്ടായത്. ഈ പ്രശ്നങ്ങളെല്ലാം നിലനിൽക്കുമ്പോൾ ഇനിയും നിനക്ക് വീട്ടിലേക്ക് പോകാഞ്ഞിട്ട് ഭയങ്കര അസുഖമാണല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ നയന 4 എണ്ണം അങ്ങോട്ടേക്ക് പറഞ്ഞു. നീ മിണ്ടിപ്പോകരുത്, നിനക്കിതിനെക്കുറിച്ച് മിണ്ടാനോ സംസാരിക്കാനോ യാതൊരു യോഗ്യതയും ഇല്ല എന്ന് പറഞ്ഞു. നീ നമ്മുടെ അച്ഛനെയും അമ്മയും അനിയത്തിയും ഒക്കെ ജീവനോട് ഇരിപ്പുണ്ടോ എന്ന് പോലും ഒരു നിമിഷമെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? നിനക്ക് നിന്റെ കാര്യം മാത്രമല്ലേ വലുത്? തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മുടെ നയന ഇങ്ങനെ ചോദിക്കുമോ. അതുകൊണ്ട് അങ്ങനെയുള്ളവൾ മിണ്ടരുതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നയന നവ്യയോട് ദേഷ്യപ്പെടുമ്പോഴത്തേക്കും നമ്മുടെ ജലജ ഇടയ്ക്ക് കയറിയിട്ട് അവൾ പറഞ്ഞതിൽ എന്താ തെറ്റ്? അവളാണ് ശരി ഈ ഒരു കാര്യത്തിൽ. മറ്റെന്ത് കാര്യത്തിലും എൻ്റെ മരുമകൾക്ക് ഞാൻ എതിർപ്പാണെങ്കിലും ഈ ഒരു കാര്യത്തിൽ ഞാൻ എൻ്റെ മരുമകളുടെ കൂടെ തന്നെയാണ്. ഈ വീട്ടിൽ വന്നതിന് ശേഷം ഈ വീടിൻ്റെ അഭിമാനത്തിനും ഈ വീടിൻ്റെ അന്തസ്സിനും ചേർന്ന രീതിയിൽ തന്നെയാണ് നയനേക്കാളും ഇപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നവ്യ നിൽക്കുന്നതെന്നും നവ്യയ്ക്കാണ് ഈ കുടുംബത്തിനോട് കൂടുതൽ താല്പര്യം അല്ലെങ്കിൽ ഇഷ്ടം, കരുതൽ, ഇതൊക്കെ പറഞ്ഞ് അങ്ങ് പിടിപ്പിക്കുന്നു. അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോഴത്തേക്ക് നമ്മുടെ ദേവയാനി പറഞ്ഞു, കിട്ടിയ അവസരത്തിൽ നീ നിന്റെ മരുമകളെ കയറ്റി നല്ലവളാക്കാനൊന്നും നോക്കണ്ട, എല്ലാവരെയും എനിക്ക് അറിയാമെന്നും പറഞ്ഞ് അങ്ങനെ പറയാം. അങ്ങനെ ആ ഒരു കാര്യം പറഞ്ഞതിന് ശേഷം നമ്മുടെ ദേവയാനി ഇങ്ങനെ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് ഇങ്ങനെ ഇരിക്കുന്നു. ഈ സമയത്ത് മുത്തശ്ശനും മുത്തശ്ശി അങ്ങോട്ടേക്ക് വന്നു. അപ്പം നയന എങ്ങോട്ട് പോവുകയാണെന്ന് ചോദിച്ചപ്പം നയന ഉള്ള കാര്യം മുത്തശ്ശനോട് പറയാം. അപ്പം മുത്തശ്ശൻ അത് കേട്ട് കഴിഞ്ഞപ്പോൾ നയനോട് പറഞ്ഞു, മോളുടെ വാക്കിന് വ്യവസ്ഥ വേണം, മോള് കൊടുത്ത വാക്ക് ഒരിക്കലും തെറ്റിക്കാൻ പാടില്ല, നല്ലൊരു വ്യക്തിത്വത്തിൻ്റെതാണത്, അതുകൊണ്ട് മോള് ചെന്ന് ആ ഒരു വർക്ക് പൂർത്തീകരിച്ചിട്ട് വരാൻ പറഞ്ഞു. കൈ കൂപ്പി മുത്തശ്ശൻ്റെ മുന്നിൽ നന്ദി പറഞ്ഞിട്ട് നമ്മുടെ നയന ഇങ്ങനെ പോകാൻ ഇറങ്ങുമ്പോഴത്തേക്കും ദേവയാനി ഇങ്ങനെ തുറച്ചു നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക. അപ്പം മോൾ അവളെ നോക്കുമൊന്നും വേണ്ട, ഞാനല്ലേ പറഞ്ഞത്, മോൾ പൊയ്ക്കോളാൻ പറഞ്ഞ് മുത്തശ്ശൻ പറഞ്ഞു വിട്ടു. അച്ഛൻ എന്തു ഭാവിച്ച് അവളെ വീണ്ടും അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടതെന്ന് നയന അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ഈ പറയുന്ന നമ്മുടെ ദേവയാനി ചോദിക്കുകയാണ് മുത്തശ്ശനോട്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും സ്വന്തം മകൻ വിവാഹം കഴിഞ്ഞെന്നും അവൻ ഭാര്യയുമൊത്ത് സന്തോഷത്തോടു കൂടി ജീവിക്കരുതെന്നും ആഗ്രഹിക്കുന്ന ഒരു അമ്മയാണ് നീ. ഇന്നത്തെ കാലത്ത് ഇതുപോലുള്ള അമ്മമാരെ ഒന്നും കാണാൻ പോലും കിട്ടില്ല ദേവയാനി. നീ ഈ കാണിക്കുന്നത് കൊണ്ട് നഷ്ടം ആർക്കാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ? നീ ഇന്ന് ഈ കാണിക്കുന്നതിനും പറയുന്നതിനുമൊക്കെ നാളെ ഇതൊക്കെ നീ മാറ്റി പറയേണ്ട ഒരു അവസരം വരുമെന്ന് മുത്തശ്ശൻ പറഞ്ഞപ്പോൾ പിന്നെ മാറ്റി പറയാൻ അവസരം വരുന്നു, ഒന്നപ്പോൾ അച്ഛാ എന്നുള്ളൊരു രീതിയിൽ ദേവയാനി ഇങ്ങനെ നിൽക്കുന്നു. അറിയാത്ത പിള്ള ചൊറിയും പറഞ്ഞോളും എന്ന് പറഞ്ഞ ആ ഒരു ഇതിലിങ്ങനെ നമ്മുടെ മുത്തശ്ശൻ അങ്ങ് പോവുകയും ചെയ്തു കേട്ടോ. അങ്ങനെ ആ ഒരു സംഭവം കാര്യങ്ങളും അവിടെ ഇങ്ങനെ നടന്നു. ഇവർ മൈൻഡ് ചെയ്യുന്നില്ല, പിന്നെ ദേവയാനി ഇവർ മൈൻഡ് ചെയ്യുന്നില്ല. ഈ സമയത്ത് നമ്മുടെ ആദർശ് ഓഫീസിലേക്ക് പോകാനായിട്ട് റെഡിയായിട്ട് ഇങ്ങനെ അവിടെ നിൽക്കുന്നു. അപ്പോൾ അമ്മ റൂമിലേക്ക് ചെന്നപ്പോഴത്തേക്കും മോൻ ഇങ്ങോട്ട് ഇറങ്ങി വരുക. അങ്ങനെ 2 പേരും കൂടി കണ്ടു. അപ്പോൾ ദേവയാനി പറഞ്ഞു, അവൾ ഇന്നും അവളുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ട്, നീ അനുവാദം കൊടുത്തിട്ടാണോ എന്ന് ചോദിച്ചു. എന്നോട് വന്ന് അനുവാദം ചോദിച്ചിരുന്നു, ഞാനൊന്നും പറഞ്ഞില്ല എന്ന് പറയുകയാണ്. അന്നേരം ആദർശ അമ്മയോട് എന്നോട് വന്ന് അവൾ അനുവാദമൊക്കെ ചോദിച്ചു, പക്ഷേ ഞാൻ അവൾക്ക് ഒരനുവാദവും കൊടുത്തില്ല, അച്ഛനും അമ്മയും കൂടെ ചേർന്ന് അവളെ പറഞ്ഞു വിടുകയാണ് ചെയ്തതെന്നുള്ള കാര്യം ഇങ്ങനെ ദേവയാനി പറയുക. എതിലെങ്കിലും പോയിട്ട് വരട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അന്നേരം നമ്മുടെ ആദർശ് അവൾ ആ പേപ്പറിൽ സൈൻ ചെയ്ത് കൊടുത്തതാണെന്നും അവൾ ആ പേപ്പറിൽ സൈൻ ചെയ്യിപ്പിച്ചത് ആദർശിനെ കൊണ്ടാണ്, പക്ഷെ അത് ആദർശിന് ഇവിടെ പറയാൻ പറ്റില്ലല്ലോ, അവൾ ആ പേപ്പറിൽ ഒപ്പിട്ട് കൊടുത്തതാണെന്നും ഇനിയിപ്പോൾ വാക്കുവ്യത്യാസം കാണിക്കാൻ പറ്റില്ലെന്നൊക്കെയുള്ള രീതിയിൽ ആദർശ് ഇങ്ങനെ പറയണം. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പം എത്രയൊക്കെ ആണെങ്കിലും നിനക്ക് നിൻ്റെ ഭാര്യയോട് സ്നേഹമാണല്ലേ, നിനക്ക് നിൻ്റെ ഭാര്യയെ ഇഷ്ടമാണ് ശരിയല്ലേ എന്ന് ചോദിച്ചപ്പോൾ
എൻ്റെ അമ്മയെ സങ്കടപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സൗഭാഗ്യങ്ങളും എനിക്ക് വേണ്ട എന്ന് ആദർശ് പറഞ്ഞു. അപ്പോഴും നയനയെ വേണ്ടെന്നോ നയനയെ ഇഷ്ടമല്ലെന്നോയുള്ള കാര്യം നമ്മുടെ ആദർശ് പറഞ്ഞില്ല. അമ്മയ്ക്ക് വേണ്ടി താനെല്ലാം കളയുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ പറയാതെ പറഞ്ഞുകൊണ്ട് അമ്മയുടെ മുഖത്ത് നോക്കി നയനയെ തനിക്ക് വേണം, അല്ലെങ്കിൽ നയനയെ തനിക്ക് ഇഷ്ടമാണെന്ന് ആദർശ് പറയുന്നു. അങ്ങനെ ദേവയാനിയുടെ മുഖത്ത് നോക്കി ആദർശ് അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ദേവയാനിക്ക് മനസ്സിലായി ഇവന് ശരിക്കും നയനയോട് സ്നേഹമാണ്, പ്രണയമാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പം മകനോട് കുറേ ഡയലോഗൊക്കെ അടിച്ചിട്ട് ദേവയാനി അങ്ങ് പോയി. ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ ആദർശ് ഓഫീസിൽ ചെന്നു. ആദർശ് ഓഫീസിൽ ചെന്ന സമയത്ത് ആദർശിന് അവിടെ എന്തോ മീറ്റിങ്ങോ മറ്റോ കാര്യങ്ങളെല്ലാം നടത്തി. അതിൻ്റെ വലിയൊരു മെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ ഒരു സ്റ്റാഫിനെ വിളിച്ചിട്ട് ആ മെയിലും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാനായിട്ട് പറഞ്ഞു. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അത് പിന്നെ നമ്മുടെ നയന മേഡത്തിൻ്റെ ആ ഒരു ഇതിലാണ് ആ കാര്യങ്ങളെല്ലാം ഉള്ളതെന്ന് പറഞ്ഞപ്പോൾ, എന്താ നയന മേഡം ഇവിടെ ഇല്ലെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ കാര്യങ്ങളൊന്നും നടക്കില്ലേ? നിങ്ങളോട് എന്ത് ചോദിച്ചാലും നയന മേഡത്തിൻ്റെ കാര്യങ്ങൾ പറയാനല്ല പറഞ്ഞത്, നിങ്ങളോട് ഞാൻ പറഞ്ഞ കാര്യം ചെയ്യാനാണ് പറഞ്ഞത്. പോയി ആ ഫയൽ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞപ്പോൾ സോറി സാർ, ഒരു നിവർത്തിയില്ല, നയന മേഡത്തിൻ്റെ കയ്യിലാണ്, നയന മേഡത്തിൻ്റെ മെയിലിലാണ് അതെല്ലാം കിടക്കുന്നതെന്നും മേഡം വിചാരിക്കാതെ അതെന്തായാലും എടുക്കാൻ കഴിയില്ലെന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ എന്നിട്ട് ആദർശിനോട് അവിടുത്തെ സ്റ്റാഫ് പറഞ്ഞു. അത് കേട്ട് ആദർശ് ഇങ്ങനെ പെട്ട് നിൽക്കുക. ഈ സമയത്താണ് നമ്മുടെ നയന വീട്ടിലേക്ക് ചെല്ലുന്നത്. നയന വീട്ടിലേക്ക് ചെന്ന സമയം അച്ഛനും അമ്മയും അനുജത്തി അവിടെ ഉണ്ടായിരുന്നു. നയനയെ കണ്ടപ്പോഴത്തേക്കും ഇവർ ഞെട്ടിപ്പോയി. ഇന്നലെ അത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടായെടുത്ത് നിന്ന് ഇന്ന് നയന സ്വന്തം വീട്ടിലേക്ക് കയറി വരിക എന്ന് പറഞ്ഞാൽ അത് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമില്ലേ? അങ്ങനെ മകളെ കണ്ടപ്പോഴത്തേക്ക് ഓടി ഇറങ്ങി ചെന്നു. എന്താ മോളെ ഇത്, ഇന്നലെ അത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് നീ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് അമ്മയും അച്ഛനും അനിയത്തിയും കൂടെ ചെന്ന് കഴിഞ്ഞപ്പം അവിടെ എല്ലാവരോടും താൻ അനുവാദം ചോദിച്ചിട്ടാണ് വന്നിരിക്കുന്നതെന്നും മുത്തശ്ശൻ എന്നോട് പോന്നോളാൻ പറഞ്ഞതുകൊണ്ടാണ് താൻ പോകുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ നയന പറയാം. മുത്തശ്ശൻ അത് പറഞ്ഞെന്ന് കരുതി നിൻ്റെ അമ്മായിയമ്മ സമ്മതിച്ചോ, നിൻ്റെ ഭർത്താവ് സമ്മതിച്ചോ എന്ന് ചോദിച്ചു. അതൊന്നും ഇനി ഉടനെയൊന്നും സമ്മതിക്കുന്ന രീതിയിലേക്ക് വരില്ല അമ്മയും അച്ഛനും അല്ലെങ്കിൽ നന്ദു ഒന്നും അതോർത്ത് വിഷമിക്കേണ്ട യാതൊരു ആവശ്യമില്ല, അതൊക്കെ അതിൻ്റെ വഴിക്ക് തന്നെ നടന്നോളും എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നയന ഇങ്ങനെ പറയാം. എന്തായാലും അച്ഛൻ ഈ വർക്ക് പൂർത്തീകരിച്ച് തരേണ്ടത് എൻ്റെ കടമയാണെന്നും എൻ്റെ ഉത്തരവാദിത്വമാണെന്നൊക്കെ പറയണം. എൻ്റെ അച്ഛനും അമ്മയ്ക്കും മറ്റുള്ളവരുടെ മുന്നിൽ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കണമെങ്കിൽ ഈ വർക്ക് പൂർത്തീകരിച്ച് പറഞ്ഞ ഡേറ്റിന് അവരുടെ കൈകളിലേക്ക് ഏൽപ്പിച്ചാൽ മാത്രമേ കഴിയുകയുള്ളൂ. മാത്രമല്ല ഞാൻ ഈ ഒരു വർക്കിൽ നിന്നും പിന്തിരിഞ്ഞാൽ വരാൻ പോകുന്ന ഭവിഷ്യത്തെന്ന് പറയുന്നത് അത് ആദർശേട്ടനാണ്. ആദർശേട്ടനാണ് ആ പേപ്പറിൽ ഒപ്പിട്ട് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആദർശേട്ടന് പ്രശ്നങ്ങളൊന്നും വരാതിരിക്കാനും ഞാൻ ശ്രദ്ധിക്കേണ്ടേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നയന ഇങ്ങനെ ആ ഒരു കെയറിങ്ങും സ്നേഹവും കരുതലും ഒക്കെ കാണിച്ച് സംസാരിക്കാം. അപ്പോൾ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മയ്ക്ക് ഇതുപോലെ തങ്കക്കുടം പോലൊരു പെണ്ണിനെ കിട്ടിയിട്ടാണ് അമ്മയ്ക്കും മകനും അത് തിരിച്ചറിയാൻ കഴിയാത്തതെന്നും എല്ലാവരെയും സ്നേഹിക്കാൻ മാത്രം അറിയുന്ന എൻ്റെ മോൾക്ക് എന്താ ഗോവിന്ദേട്ട ഇതുപോലെയൊക്കെ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഇന്നത്തെ സങ്കടങ്ങളൊന്നും താൻ കണക്കിലെടുക്കണ്ട, നാളെ നമ്മളുടെ മോള് വളരെ സന്തോഷവതിയായിട്ട് ജീവിക്കും, അതിനു വേണ്ടിയുള്ള ദുഃഖങ്ങളും ദുരിതങ്ങളുമാണ് ഇപ്പോൾ നടക്കുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ പരസ്പരം ഇങ്ങനെ സംസാരിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ നന്ദു നവ്യയുടെ കാര്യം ചോദിച്ചു. അവൾ അവിടെ ഉണ്ടെന്നും ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും എന്നെ കുറ്റപ്പെടുത്തുകയും ഞാൻ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് ഇറങ്ങിപ്പോരണം, അല്ലെ എന്നെ അവരെങ്ങനെയെങ്കിലും തള്ളിക്കളയണം എന്നുള്ളൊരു ചിന്തയുമായിട്ടാണ് അവൾ അവിടെ നിൽക്കുന്നതെന്നുള്ള കാര്യമൊക്കെ നയന പറഞ്ഞപ്പോൾ ഇവർക്ക് ശരിക്കും ദേഷ്യം വന്നു. അപ്പോൾ അവളെ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ള രീതിയിൽ തന്നെ ഇവർ തമ്മിൽ സംസാരിക്കാം. അങ്ങനെ ആ ഒരു സംഭവവും കാര്യങ്ങളും ഇതൊക്കെ ഇങ്ങനെ നടക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നീട് അവിടെ ജലജ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുകയാണ്, ദൈവമേ പോയ വഴി അവൾ പോയാൽ മതിയായിരുന്നു, അവൾ പിന്നെ തിരിച്ചു വരാതിരുന്നാൽ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ ആ ഒരു ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ ദേവയാനിയായിട്ട് ഈ ജലജ കണ്ട് സംസാരിക്കുന്ന സമയം നയനയുടെ വിഷയം എടുത്തിട്ടു. അവർ രണ്ടുപേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കവും കാര്യങ്ങളും വർത്തമാനമായിട്ട് ഇരിക്കുമ്പോൾ ദേവയാനി ജലജയോട് പറഞ്ഞു, ഈ വീട്ടിൽ ഇത്രയും വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ നീയാണ് കാരണം, നീയാണ് ഇതെല്ലാം വരുത്തി വെച്ചത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നു. ഞാൻ എന്ത് ചെയ്തെന്ന് ഏട്ടത്തി പറയുന്നത്, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ ഏട്ടത്തി ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നൊക്കെ ചോദിച്ചപ്പോൾ നീയല്ലേ എന്നോട് ഓരോന്ന് പറഞ്ഞു തന്നതെന്നൊക്കെ ദേവയാനി ചോദിക്കുക. സ്വന്തം മരുമകൾ തലയ്ക്ക് നട്ടപ്പര ഇരുന്ന് വർത്തമാനം പറഞ്ഞതിന് നിങ്ങൾ എന്നോടാണോ ചൂടാകുന്നത്, എന്നോടാണോ നിങ്ങൾ ദേഷ്യപ്പെടുന്നത്, നിങ്ങൾക്കൊന്നും വേറെ പണിയില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അങ്ങനെ വലിയ ഇതായിട്ട് ജലജ അങ്ങോട്ടേക്ക് ചെന്നു. ഈ കുടുംബത്തിൻ്റെ സ്വസ്ഥതയും സമാധാനവും നശിപ്പിച്ച് കളയുകയാണെന്നും ഇവിടെയുള്ളവർക്ക് എല്ലാവർക്കും മാനസിക രോഗമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുത്തശ്ശി അന്നേരം അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയും ചെയ്തേ. എത്ര നേരം എന്ന് വെച്ചാൽ ഈ രീതിയിലുള്ള കോപ്രായങ്ങൾ ആ മുത്തശ്ശി അവിടെ ഇരുന്ന് കാണുന്നത്. അങ്ങനെ ആ ഒരു സംഭവം ഇതെല്ലാം കഴിഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നീട് നമ്മുടെ നയന വീട്ടിലെ ജോലികളും കാര്യങ്ങളും എല്ലാം പൂർത്തീകരിച്ച് ഇങ്ങോട്ട് പോരാനായിട്ട് ഇറങ്ങി റോഡ് സൈഡിൽ വണ്ടി കാത്തു നിൽക്കുക. അപ്പോഴാണ് യാദൃശികമായിട്ടൊരു 2-3 ബൈക്കിൽ കുറച്ച് ഗുണ്ടകൾ അങ്ങോട്ടേക്ക് വരുന്നത്. കുറച്ച് കണ്ടാൽ തന്നെ പേടി ആകുന്ന കുറച്ച് ആൾക്കാർ അങ്ങോട്ടേക്ക് വരുന്നത്. വന്നിട്ട് ഒരുമാതിരി മെനകെട്ട രീതിയിൽ വൃത്തികെട്ട രീതിയിലൊക്കെ നമ്മുടെ നയനയെ നോക്കുന്നു. അതുപോലെ തന്നെ നയനയ്ക്ക് ചുറ്റും ഇങ്ങനെ കിടന്ന് കറങ്ങുന്നു. എന്നിട്ട് ചുമ്മാ കമൻസ് ഒക്കെ പറയും. ഇതൊക്കെ കേട്ട് നമ്മുടെ നയനയുടെ രക്തം തിളച്ച് ഇങ്ങനെ നിൽക്കുക.
നയന ഇവന്മാർക്കിട്ട് എപ്പോൾ അടിക്കും എന്ന് മാത്രം നോക്കിയാൽ മതി. അങ്ങനെ നയന ഭയങ്കരമായിട്ട് ഇങ്ങനെ ദേഷ്യപ്പെട്ട് ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ ഇവന്മാരാണെങ്കിലും നയനയെ ഒന്ന് പൊക്കിയെടുത്ത് കൊണ്ടുപോകാം എന്നിട്ട് കാര്യങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ മോശമായ രീതിയിലാണ് ഇവന്മാർ സംസാരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ടും പ്രതികരിക്കാതെ കലിപ്പ് കയറി നമ്മുടെ നയന ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പം നയന ഇങ്ങനെ അവന്മാരെ തല്ലാനായിട്ട് കൈ ഓങ്ങുകയും അല്ലാതെ ആദർശിൻ്റെ വണ്ടി അന്നേരത്തേക്ക് അവിടെ വന്നു. അതായത് നയനയുടെ അടുത്ത് കൊണ്ടുവന്ന് നിർത്തി. പെട്ടെന്ന് ഇവന്മാർ ഈ ഗുണ്ടകൾ വേഗം ഓടി ഇവന്മാരുടെ ബൈക്കിലേക്ക് അങ്ങോട്ടേക്ക് പോയി. അപ്പോൾ ആദർശിനെ കണ്ടപ്പോൾ നയനയ്ക്ക് സന്തോഷമായി. നയന ഇങ്ങനെ നോക്കും. അപ്പോഴേക്കും അവന്മാർ പോയി വണ്ടിയിൽ കയറി ഇരുന്നിട്ട് തിരിഞ്ഞിരുന്ന് നയനയെ നോക്കുക കേട്ടോ. അപ്പോൾ കാറിലിരുന്ന് ആദർശ് നയനയെ നോക്കുന്നു, അവിടെ നിന്നുകൊണ്ട് നയന ആദർശിനെ നോക്കുന്നു. ഈ സമയത്ത് ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങി വന്ന് തന്നെ കൂട്ടി വണ്ടിയിലേക്ക് കയറുകയാണെങ്കിൽ ആ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ തന്നോടൊരു അല്പമെങ്കിലും സ്നേഹം ആദർശേട്ടനുണ്ടെന്നുള്ളത് സത്യമാണെന്നും അങ്ങനെ മനസ്സിലാക്കാമെന്നും നയന ചിന്തിക്കുമ്പോൾ മഹാറാണീനെ ഇനി വണ്ടിയിലേക്ക് വിളിച്ച് എഴുന്നള്ളിച്ച് കയറ്റണമായിരിക്കും, അവൾക്ക് വന്ന് വണ്ടിയിലേക്ക് കയറിയാൽ എന്താ എന്നൊക്കെ ആദർശ് വണ്ടിയിലിരുന്ന് ചിന്തിക്കുന്നു. അപ്പോൾ രണ്ടുപേർക്കും മനസ്സുണ്ട്, പക്ഷെ രണ്ടുപേർക്കും തോറ്റു കൊടുക്കാൻ പറ്റാത്തൊരിതിൽ രണ്ടുപേരും ഇങ്ങനെ നിൽക്കുക. ഈ സമയത്താണ് അവന്മാർ, അതായത് ആ ഗുണ്ടകൾ ബൈക്കിലിരുന്നിട്ട് ഇങ്ങനെ പറയുക, എന്നാലും അവൻ ആരായിരിക്കും, അവളുടെ അരികിൽ വന്നിട്ട് അവളിങ്ങനെ തുറച്ചു നോക്കിക്കൊണ്ട് നിൽക്കുന്നു, ഇവർ തമ്മിൽ എന്താ ബന്ധം എന്നൊക്കെ ഇവന്മാർ തമ്മിൽ അങ്ങനെ ഇരുന്ന് പറയാം. അങ്ങനെ ആ ഒരു സംഭവങ്ങളും കാര്യങ്ങളും അവിടെ നടക്കുന്നു. അതിനുശേഷം പിന്നെ നന്ദുവും അനിയും ചേർന്നൊരു യാത്ര കാര്യങ്ങൾ, അതുപോലെ അവരുടെ ഒരു ടൗണിൽ കറക്കം, അങ്ങനെയൊക്കെയുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ അടിപൊളി കഥ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം. പ്രൊമോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുകയാണ്. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി.